സെവൻത്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ കോഷ്യന്റ് ഓഫ് പവേഴ്സ് എന്നുള്ള പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് പവേഴ്സിന്റെ ഡിവിഷൻ ആണ് പഠിക്കാനുള്ളത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചല്ലോ. എക്സ് ടു ദ പവർ എം ഇൻറ്റു എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ എം പ്ലസ് എൻ. ഒരേ നമ്പറിന്റെ രണ്ട് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിന് ഈ രണ്ട് പവേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് എക്സ്പോണന്റ് രൂപത്തിൽ എഴുതിയാൽ മതി. ഇനി ഇവിടെ നമുക്ക് അതിന്റെ ഡിവിഷൻ ആണ് പഠിക്കാനുള്ളത്. അതായത് എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇനി ഈ രണ്ടാമത്തെ റിലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരേ നമ്പേഴ്സിന്റെ രണ്ട് പവറിനെ ഡിവൈഡ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എക്സ് ടു ദ പവർ ഇതാണ് വലുത്, അപ്പൊ എം മൈനസ് എൻ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ എം മൈനസ് എൻ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 2 to the power 5 into 2 to the power 6 is equal to, നമ്മൾ എന്താ ചെയ്യുക? 2 to the power 5 plus 6 എഴുതും, ഈക്വൽ ടു 2 to the power 11 കിട്ടും. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ 2 to the power 6 ഡിവൈഡഡ് ബൈ 2 to the power 5 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 to the power m മൈനസ് എൻ എന്നല്ലേ? അപ്പോൾ 6 മൈനസ് 5 ഈക്വൽ ടു 2 to the power 1 ഈക്വൽ ടു 2. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ രണ്ട് പവേഴ്സിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. അതിന്റെ പവേഴ്സിന്റെ ഡിഫറൻസ് കാണുക, എന്നിട്ട് ആ നമ്പർ റേസ്ഡ് ടു ആ ഡിഫറൻസ് ആക്കി എഴുതുക. ഇനി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഡിവിഷന് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് 256നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് നമ്പേഴ്സിനെയും പ്രൈം നമ്പേഴ്സിന്റെ പവേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക. ആദ്യം അതിനെന്ത് ചെയ്യണം? ആദ്യം രണ്ടിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പൊ 256നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ, ഈവൻ നമ്പർ അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2ൽ 2 ഒരു പ്രാവശ്യം, 5ൽ 2 രണ്ട് പ്രാവശ്യം. 2 × 2 4 ആണ് വരിക. 5ന്ന് 4 പോയാൽ ബാക്കി 1 ഉണ്ടാവും. ആ 1 ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 16 ആകും. 16ൽ 2 8 പ്രാവശ്യം. ഇനി 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12ൽ 2 6 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം. ഇനി 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 32 കിട്ടും. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 കിട്ടും. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഇനി ഇതേപോലെ 32നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 2. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 കിട്ടും. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ 256നെ എങ്ങനെ എഴുതാം? 256 is equal to 1 2 3 4 5 6 7 8 8 രണ്ടിൻ്റെ പ്രൊഡക്റ്റ് 2 × 2 × 2 × 2 × 2 × 2 × 2 × 2. ഇതിനെ നമുക്ക് എക്സ്പോണന്റ് രൂപത്തിൽ 1 2 3 4 5 6 7 8 അല്ലേ? അപ്പോൾ 2 റേസ്ഡ് ടു 8. ഇനി 32നെ എങ്ങനെ എഴുതാം? 32 ഈക്വൽ ടു 1 2 3 4 5 5 രണ്ടിൻ്റെ പ്രൊഡക്റ്റ്. 2 × 2 × 2 × 2 × 2 എക്സ്പോണന്റ് രൂപത്തിൽ 2 to the power 5. ഇനി നമുക്ക് ഈ 256നെ 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ 256നെ നമുക്കിങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ 2 റേസ്ഡ് ടു 8 ഡിവൈഡഡ് ബൈ 32നെ 2 റേസ്ഡ് ടു 5 എന്ന് എഴുതാം, ഈക്വൽ ടു, ഇവിടെ നോക്കൂ ഇതേ രൂപത്തിലായല്ലോ. അപ്പം ഇനി 2 റേസ്ഡ് ടു 8 മൈനസ് 5 ചെയ്താൽ പോരെ? 8 മൈനസ് 5 ഈക്വൽ ടു 3 വരും. 2 ക്യൂബ് 2 × 2 × 2 ഈക്വൽ ടു 2 × 2 4 4 × 2 8. അപ്പോൾ നമ്മളിവിടെ ഡിവിഷൻ ചെയ്തത് എങ്ങനെയാണ്? ഈ രണ്ട് നമ്പേഴ്സിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു, എക്സ്പോണന്റ് രൂപത്തിൽ രണ്ടിൻ്റെ പവേഴ്സ് ആക്കി എഴുതി. എന്നിട്ട് ആ രണ്ടിൻ്റെ പവേഴ്സും കൂടെ ഡിവൈഡ് ചെയ്തു നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ.
15625 ഡിവൈഡഡ് ബൈ 625. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ ചെയ്ത അതേ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടിനെ എന്ത് ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 15,625 ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല, ഇത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യാം. അതായത് 1 + 5 + 6 + 2 + 5 ആഡ് ചെയ്ത് നോക്കുക. 1 + 5 6, 6 + 6 12, 12 + 2 14, 14 + 5 19 ആണ് കിട്ടുക. 19 3ന്റെ മൾട്ടിപ്പിൾ ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടൂല. അപ്പൊ അടുത്ത പ്രൈം നമ്പർ നോക്കുക. 3 കഴിഞ്ഞിട്ട് അടുത്ത പ്രൈം നമ്പർ 5 ആണ്. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതേ ലാസ്റ്റത്തെ ഡിജിറ്റ് 5 അല്ലേ, ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15ൽ 5 3 ടൈംസ് പോകും. 6ൽ 5 ഒരു പ്രാവശ്യം പോകും, ബാക്കി 1 ഉണ്ടാകും. ആ 1 ഇവിടെ ഇട്ട് കൊടുത്താൽ 12 ആകും. 12ൽ 5 2 പ്രാവശ്യം പോകും, ബാക്കി 2 ഉണ്ടാകും. ആ 2 ഇവിടെ ഇട്ട് കൊടുത്താൽ 25 ആകും. 25ൽ 5 ടൈംസ് പോകും. ഇനി വീണ്ടും ഇതിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 31ൽ 6 പ്രാവശ്യം പോകും 5. 6 5 30 വരിക. 31 30 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും. ആ 1 ഇവിടെ ഇട്ട് കൊടുത്താൽ 12 ആകും. 12ൽ 5 2 പ്രാവശ്യം. 2 × 5 10 ആണ് വരിക. 12ന്ന് 10 പോയാൽ ബാക്കി 2 ഉണ്ടാകും. ആ 2 ഇവിടെ ഇട്ട് കൊടുത്താൽ 25 ആകും. 25ൽ 5 ടൈംസ് പോകും. ഇനി 625നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6ൽ ഒരു പ്രാവശ്യം, ബാക്കി 1 ഉണ്ടാകും. 12ൽ 5 2 പ്രാവശ്യം, ബാക്കി 2 ഉണ്ടാകും. 25ൽ 5 പ്രാവശ്യം. ഇനി 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 വരും. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 5 ഒരു പ്രൈമാണ്. അപ്പം നിർത്തുക. ഇനി അടുത്തത് 625നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 കിട്ടൂല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ 0 കിട്ടൂല. പക്ഷെ 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, റിമൈൻഡർ 0 ആണ് കിട്ടുക. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 625ൽ 5 ഇതേ 125 പ്രാവശ്യം പോകൂലേ. ഇനി 125ൽ 5 25 ടൈംസ് പോകും. 25ൽ 5 ടൈംസ് പോകും. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ 15,625നെ എങ്ങനെ എഴുതാം? 1 2 3 4 5 6 5ൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് 5 × 5 × 5 × 5 × 5 × 5 എക്സ്പോണൻ്റ് രൂപത്തിൽ എഴുതുമ്പോൾ 5 × 6 എന്ന് എഴുതാം. ഇനി 625നെ ആണെന്നുണ്ടെങ്കിലോ 1 2 3 4 5ൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക. 5 × 5 × 5 × 5 എക്സ്പോണൻ്റ് രൂപത്തിൽ 5 × 4 എന്ന് എഴുതാം. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 15,625 ഡിവൈഡഡ് ബൈ 625നെ എങ്ങനെ എഴുതാം? 15,625നെ ഇങ്ങനെ എഴുതാമല്ലോ, 5 × 6 എന്ന് എഴുതാം. ഇനി 625ന് പകരം എന്ത് ചെയ്യാം? 5 × 4 എന്ന് എഴുതാം. ഇനി ഇത് ഏത് രൂപത്തിലായി? x⁴m ഡിവൈഡഡ് ബൈ x⁴n is equal to x⁴m - n. അപ്പോൾ ഇതേ രൂപത്തിൽ ഇതിനെ ചെയ്യാം നമുക്ക്. അപ്പോൾ 5 ഇവിടെ m 6 ആണ്, n 4 ആണ്. അപ്പോൾ 6 - 4 = 5 ⁴ 2. 5 ⁴ 2 എന്ന് പറഞ്ഞാൽ 5 × 5 = 25. അപ്പോൾ അതേ നമുക്ക് 15,625നെ 625 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. ഇപ്പം നമ്മൾ ചെയ്ത് ഈ 2 എക്സാമ്പിളിനകത്തും ഈ നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എക്സ്പോണന്റ് രൂപത്തിൽ എഴുതുമ്പോൾ ഒരു പ്രൈം നമ്പറിന്റെ പവർ ആക്കിയാണ് കിട്ടിയത് നമുക്ക്. ഇനി ഡിഫറെന്റ് പ്രൈം നമ്പറിന്റെ പവർ ആക്കി നമുക്ക് കിട്ടും. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. 288 ഡിവൈഡഡ് ബൈ 36. എന്ത് ചെയ്യണം? ഇത് രണ്ടിനെയും ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 288നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈവൻ നമ്പർ അല്ലേ. അപ്പോൾ 2ൽ 2 ഒരു പ്രാവശ്യം, 8ൽ 4, ഇവിടെ 8ൽ 4. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14ൽ 2 7 ടൈംസ്, 4ൽ 2 2 ടൈംസ്. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7ൽ 2 3 ടൈംസ്. 2 × 3 6 ആണ് വരിക. 7ന് 6 പോയാൽ 1 കിട്ടും. ആ 1 ഇവിടെ ഇട്ട് കൊടുക്കുക. 12ൽ 6 പ്രാവശ്യം. ഇനി 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18 കിട്ടും. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും.
9 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 × 3 9 ആണ് വരിക. ഇതൊരു പ്രൈം നമ്പർ അല്ലേ, അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്തത് 36 എഴുതുക. 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 36 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 വരും. അപ്പോൾ 288 നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 5, 2നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 × 2 × 2 × 2. ഇനി 3നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 3. ഇതിനെ നോക്കൂ, 2നെ 5 ടൈംസ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എക്സ്പൊണൻ്റ് രൂപത്തിൽ എഴുതുമ്പോൾ 2⁵ ഇൻറ്റു ഇത് 3⁵2. 36നെ 2 × 2 × 3 × 3 എന്ന് എഴുതാം. 2 × 2 × 3 × 3 എന്ന് എഴുതാം. ഇവിടെ നോക്കൂ, 2 പ്രാവശ്യമല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എക്സ്പൊണൻ്റ് രൂപത്തിൽ എഴുതുമ്പോൾ 2⁵2 × 3⁵2 വരും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 288നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 288ന് പകരം ഇത് എഴുതാലോ. അപ്പോൾ 2⁵5 × 3⁵2 ഡിവൈഡഡ് ബൈ 2⁵2 × 3⁵2 വരും. ഇതിനെ വേണേൽ നമുക്കിത് ഡിവിഷൻ രൂപത്തിൽ നമ്മളിങ്ങനെ എഴുതിയല്ലോ, x⁴m ഡിവൈഡഡ് ബൈ x⁴n = x⁴m-n. ഇതേ രൂപത്തിൽ നമുക്കിതിനെ എഴുതാം. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ കുറച്ചും കൂടെ ഈസി ആവും. 2⁵5 × 3⁵2 ഡിവൈഡഡ് ബൈ ഇതിനെ 2⁵2 × 3⁵2. നോക്കൂ, മുകളിലും താഴെ 3⁵2 ഉണ്ടല്ലോ. നമുക്ക് വെട്ടിക്കളയാം. ബാക്കി ഇനി എന്തേ ഉണ്ടാവുള്ളൂ? 2⁵5 ഡിവൈഡഡ് ബൈ 2⁵2 ഉണ്ടാവും. അതിനെന്ത് ചെയ്യാം? 2⁵5 - 2 എന്ന് എഴുതി കൂടെ. = 2⁵5 - 2 എന്ന് പറയുമ്പോൾ 3 വരും. അപ്പോൾ 2⁵3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁵3 = 2 × 2 × 2 അല്ലേ, = 8 ആണല്ലോ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 8 കിട്ടും. ഇനി ഈ പാർട്ടിൽ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 122 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഫോളോവിങ് കോഷ്യൻസ്. ഇവിടെ കൊടുത്തിട്ടുള്ള 4 എണ്ണത്തിൻ്റെയും കോഷ്യൻ്റ് കാണണം, അതായത് ഹരണഫലം കാണണം. അതിൽ ഒന്നാമത്തേത് 512 ഡിവൈഡഡ് ബൈ 64. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളിൽ ചെയ്ത അതേ രൂപത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടിനെയും ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 512ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 5ൽ 2 ടൈംസ് പോകും. 2 × 2 4 ആണ് വരിക. അപ്പോൾ ഇവിടെ ബാക്കി 1 ഉണ്ടാകും. ആ 1 ഇവിടെ ഇട്ട് കൊടുത്താൽ 11 ആകും. 11ൽ 2 5 പ്രാവശ്യം പോകും. 2 × 5 10 വരും. 11ന്ന് 10 കുറച്ചാൽ ബാക്കി 1 ഉണ്ടാവും. അപ്പോൾ ആ 1 ഇവിടെ ഇട്ട് കൊടുത്താൽ 12 ആകും. 12ൽ 2 6 പ്രാവശ്യം പോകും. ഇനി വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2ൽ 2 1 പ്രാവശ്യം, 5ൽ 2 പ്രാവശ്യം, ബാക്കി 1 ഉണ്ടാകും. 16ൽ 8 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12ൽ 2 6 പ്രാവശ്യം, 8ൽ 4 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6ൽ 2 3 പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം പോകും. ഇനി വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 കിട്ടും. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. നമുക്ക് പ്രൈം നമ്പർ കിട്ടി. അപ്പോൾ നിർത്തുക. ഇനി 64നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ നമ്മൾ ചെയ്തല്ലോ, 32 കിട്ടും. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 കിട്ടും. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഇനി നമുക്ക് 512നെ എങ്ങനെ എഴുതാം? 1 2 3 4 5 6 7 8 9. 2നെ 9 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 2 3 4 5 6 7 8 9. ഇതിനെ എക്സ്പോണൻ്റ് രൂപത്തിൽ എഴുതുമ്പോൾ 2⁻9 വരും. ഇനി 64നെയാണെന്നുണ്ടെങ്കിലോ, ഇത് 1 2 3 4 5 6. അപ്പോൾ 2 × 2 × 2 × 2 = എക്സ്പോണൻ്റ് രൂപത്തിൽ എഴുതുമ്പോൾ 2⁻6 വരും. ഇനി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 512 ഡിവൈഡഡ് ബൈ 64ന് 512ന് നമുക്ക് 2⁻9 എന്ന് എഴുതി കൂടെ.
അപ്പോൾ 2 റേസ്ഡ് ടു 9 ഡിവൈഡഡ് ബൈ 64-നാണെന്നുണ്ടെങ്കിൽ 2 റേസ്ഡ് ടു 6 എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ചു എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ എം മൈനസ് എൻ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദേ 2 ടു ദ പവർ, ഇവിടെ എമ്മിന് പകരം 9 ആണ്, എന്നിന് പകരം 6 ആണ്. അപ്പോൾ ഈക്വൽ ടു 2 ടു ദ പവർ 9 നിന്ന് 6 പോയാൽ ബാക്കി 3 ഉണ്ടാകും. 2 റേസ്ഡ് ടു 3 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഈക്വൽ ടു 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. അപ്പോൾ ദേ ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടും. അതായത് 512 ഹരിക്കണം 64 ഈക്വൽ ടു 8 കിട്ടും. ഇനി അതിൽ രണ്ടാമത്തേത് 3125 ഡിവൈഡഡ് ബൈ 125. നമുക്ക് ആദ്യം ഇത് രണ്ടിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 3125 ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓഡ് നമ്പറാണ്. അടുത്തത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 3 + 1 + 2 + 5 എത്രയാണ് കിട്ടുന്നത്? 3 + 1 4, 4ക്ക് 2 ആഡ് ചെയ്താൽ 6, 6ക്ക് 5 ആഡ് ചെയ്താൽ 11 ആണ് കിട്ടുന്നത്. 11 3ൻ്റെ മൾട്ടിപ്പിളിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടൂല. അപ്പോൾ 3 കൊണ്ട് പോസിബിൾ അല്ല. ഇനി അടുത്ത പ്രൈം നമ്പർ 5 നോക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? ഇത് ലാസ്റ്റത്തെ നമ്പർ 5 അല്ലേ? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 31ൽ 5 6 പ്രാവശ്യം, ബാക്കി 1 ഉണ്ടാകും. 12ൽ 5 2 പ്രാവശ്യം, ബാക്കി 2 ഉണ്ടാകും. 25ൽ 5 പ്രാവശ്യം. ഇനി 625-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6ൽ 5 1 പ്രാവശ്യം, ബാക്കി 1 ഉണ്ടാകും. 12ൽ 2 പ്രാവശ്യം, ബാക്കി 2 ഉണ്ടാകും. 25ൽ 5 പ്രാവശ്യം പോകും. ഇനി 125-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. പിന്നെ 25-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഇനി നമുക്ക് പോസിബിൾ അല്ല, പ്രൈം നമ്പർ കിട്ടിയല്ലോ. ഇനി 125-നെയും ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കൂ, 125 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 125-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. 25-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഇനി നമുക്ക് 3125-നെ എങ്ങനെ എഴുതാം? ഇത് 1 2 3 4 5 5 പ്രാവശ്യം 5 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 × 5 × 5 × 5 × 5. ഇതിനെ എക്സ്പോണൻ്റ് രൂപത്തിൽ 5 റേസ്ഡ് ടു 5 എന്ന് എഴുതാം. ഇനി 125-നെ ഇത് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 5 × 5 എക്സ്പോണൻ്റ് രൂപത്തിൽ 5 റേസ്ഡ് ടു 3 എന്ന് എഴുതാം. ഇനി നമുക്ക് വേണ്ടത് 3125 ഡിവൈഡഡ് ബൈ 125 ആണ്. അപ്പോൾ 3125-നെ 5 റേസ്ഡ് ടു 5 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 125-നെ 5 റേസ്ഡ് ടു 3 എന്ന് എഴുതാം. അപ്പോൾ ഇത് നോക്കൂ, എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ എന്നുള്ള ഫോമിലല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 റേസ്ഡ് ടു 5 - 3 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 5 റേസ്ഡ് ടു 5 ന്ന് 3 പോയാൽ 2, അതായത് 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറയുന്നത് 5 × 5 ഈക്വൽ ടു 25. അപ്പോൾ 3125 ഡിവൈഡഡ് ബൈ 125 ഈക്വൽ ടു 25 കിട്ടും. ഇനി അതിൽ മൂന്നാമത്തേത് 243 ഡിവൈഡഡ് ബൈ 27. അപ്പോൾ ആദ്യം ഇത് രണ്ടിനെയും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 243-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഓഡ് നമ്പറാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്യുക. 2 + 4 + 3 9 ആണ് കിട്ടുക. 9 3ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24-ൽ 3 8 ടൈംസ് പോകും. 3-ൽ 3 1 പ്രാവശ്യം പോകും. 81-നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 കിട്ടും. വീണ്ടും ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ 27-നെ എഴുതുക. 27-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ, 9 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. അപ്പോൾ 243-നെ എങ്ങനെ എഴുതാം? 1 2 3 4 5 5 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്യുക. 1 2 3 4 5 എക്സ്പോണൻ്റ് രൂപത്തിൽ 3 റേസ്ഡ് ടു 5 എന്ന് എഴുതാം. അതേപോലെ 27-നെ ആണെന്നുണ്ടെങ്കിലോ ഇത് 3 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 3 × 3 ഈക്വൽ ടു എക്സ്പോണൻ്റ് രൂപത്തിൽ 3 റേസ്ഡ് ടു 3.
ഇനി 243 ഡിവൈഡഡ് ബൈ 27. അപ്പോൾ 243നെ നമുക്കിത് ഇങ്ങനെ എഴുതാമല്ലോ, എക്സ്പോണൻ്റ് രൂപത്തിൽ 3 റേസ്ഡ് ടു 5 എന്ന് എഴുതാം. അതേപോലെ 27നെ ആണെന്നുണ്ടെങ്കിൽ 3 റേസ്ഡ് ടു 3 എന്ന് എഴുതാം. ഇപ്പോൾ എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ എന്നുള്ള ഫോമിലായി. അതെന്താണ് വരിക? എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ എം മൈനസ് എൻ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 3 ടു ദ പവർ 5 മൈനസ് 3 ഈക്വൽ ടു 3 ടു ദ പവർ 5 നിന്ന് 3 പോയാൽ ബാക്കി 2. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഈക്വൽ ടു 9. അപ്പോൾ 243നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. ഇനി അതിൽ നാലാമത്തേത് 1125 ഡിവൈഡഡ് ബൈ 45. രണ്ടിനെയും ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അപ്പോൾ 1125നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഓഡ് നമ്പറാണ്. അടുത്തത് 3 കൊണ്ട് പറ്റുമോ നോക്കുക. അതിന് ഇതിലുള്ള എല്ലാ ഡിജിറ്റ്സും കൂടെ ആഡ് ചെയ്ത് നോക്കുക. 1 + 1 + 2 + 5 5 + 2 7 വരും. 7 + 2 9 വരും. അപ്പം 9 3ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് കിട്ടുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11ൽ 3 3 പ്രാവശ്യം പോകും. 3 × 3 9 ആണ് വരിക. 11ന് 9 പോയി കഴിഞ്ഞാൽ ബാക്കി 2 ഉണ്ടാകും. അപ്പോൾ ഇവിടെ 22 ആകും. 22ൽ 3 7 പ്രാവശ്യം പോകും. 3 × 7 21 ആണ് വരിക. 22ന്ന് 21 പോയാൽ ബാക്കി 1 ഉണ്ടാവും. ആ 1 ഇവിടെ ഇട്ട് കൊടുത്താൽ 15 ആകും. 15ൽ 3 5 ടൈംസ് പോകും. ഇനി 375നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കൂ, 3യും 7ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 15 അല്ലേ കിട്ടുക. 3ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൽ 3 ഒരു പ്രാവശ്യം. 7ൽ 2 ടൈംസ്. 2 × 3 6 ആണ് വരിക. 7ന്ന് 6 പോയാൽ ബാക്കി 1 ഉണ്ടാവും. അപ്പോൾ 15 ആകും. 15ൽ 5 പ്രാവശ്യം. ഇനി 125 ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നോക്കൂ, 1 + 2 + 5 8 അല്ലേ വരിക. 8 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റത്തെ നമ്പർ 5 ആണല്ലോ. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. 25നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 വരും. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്തത് 45. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 45ൽ 3 15 ടൈംസ് പോകും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. അപ്പോൾ നോക്കൂ, നമുക്ക് 1125നെ എങ്ങനെ എഴുതാം? 3 × 3 × 5 × 5 × 5 5 × 5 × 5. ഇതിനെ എക്സ്പോണൻ്റ് രൂപത്തിൽ 3 2 പ്രാവശ്യമല്ലേ. അപ്പോൾ 3 റേസ്ഡ് ടു 2 × 5 3 പ്രാവശ്യമാണ്. അപ്പോൾ 5 റേസ്ഡ് ടു 3. ഇനി അടുത്തത് 45. 45 ഈക്വൽ ടു നോക്കൂ, 2 പ്രാവശ്യമുണ്ട് 3. അപ്പോൾ 3 × 3 × 5 ഈക്വൽ ടു എക്സ്പോണൻ്റ് രൂപത്തിൽ 3 റേസ്ഡ് ടു 2 × 5 എന്ന് എഴുതാം. ഇനി നമുക്ക് വേണ്ടത് 1125നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് 1125നെ 3 റേസ്ഡ് ടു 2 × 5 റേസ്ഡ് ടു 3 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ 3 റേസ്ഡ് ടു 2 × 5 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. 3 റേസ്ഡ് ടു 2 × 5 റേസ്ഡ് ടു 3 ഡിവൈഡഡ് ബൈ 3 റേസ്ഡ് ടു 2 × 5 റേസ് ടു 1 എന്ന് എഴുതി കൂടെ. നോക്കൂ, മുകളിലും താഴെയും 3 സ്ക്വയർ ഉണ്ട്. ബാക്കി ഇനി എന്താ ഉള്ളത്? 5 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 5. ഇതിന് 5 റേസ് ടു 3 - 1 വരും. അതായത് എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ എം മൈനസ് എൻ ആണ്. ഇതേ രൂപത്തിൽ നമ്മൾ എഴുതുമ്പോൾ 5 സ്ക്വയർ വരും. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 ഈക്വൽ ടു 25. അപ്പോൾ 1125നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 122, ക്വസ്റ്റ്യൻ നമ്പർ 2. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഹാഫ് ഓഫ് 2 റേസ്ഡ് ടു 10 ആസ് എ പവർ ഓഫ് 2. 2 റേസ് ടു 10ന്റെ ഹാഫ് 2ന്റെ പവർ ആക്കി എഴുതണം. അപ്പൊ ഹാഫ് ഓഫ് 2 റേസ് ടു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഹാഫ് ഓഫ് 2 റേസ് ടു 10 ഇസ് ഈക്വൽ ടു
2^10 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇതിന്റെ പകുതി ഹാഫ് കാണാൻ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ. അതായത് 2^10 ഡിവൈഡഡ് ബൈ 2^1. ഇത് ഏത് ഫോർമുല? എക്സ് ടു ദ പവർ എം ഡിവൈഡഡ് ബൈ എക്സ് ടു ദ പവർ എൻ ഇസ് ഈക്വൽ ടു എക്സ് ടു ദ പവർ എം മൈനസ് എൻ. അപ്പം ഇതേ രൂപത്തിൽ നമുക്ക് എഴുതാം. അപ്പം 2^10 മൈനസ് 1 വരും ഈക്വൽ ടു 2^9. നമുക്ക് 2ന്റെ പവർ ആക്കി എഴുതാനാ പറഞ്ഞത്. ഇതാണ് ആൻസർ വരിക. ഇനി അടുത്തത് റൈറ്റ് 1/3 ഓഫ് 3^12 ആസ് എ പവർ ഓഫ് 3. 1/3 ഓഫ് 3^12 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ഓഫ് 3^12 എന്ന് പറഞ്ഞാൽ ഈ 3^12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇതേ രൂപത്തിലായല്ലോ. ഇവിടെ 12, ഇവിടെ 1. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3^12 മൈനസ് 1 എന്ന് എഴുതാം. ഈക്വൽ ടു 3^11 കിട്ടും. നോക്കൂ, 3ന്റെ പവർ ആക്കി നമ്മൾ എഴുതി.